നമ്മൾ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി വലിയ വലിയ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ജസ്റ്റ് ഒരു പേപ്പർ കൂടെ ഏതോ ഒരു സ്ഥലത്ത് മരം വെട്ടി അത് ഫാക്ടറിയിൽ പോയി കട്ട് ചെയ്ത് ബ്ലീച്ച് ചെയ്ത് കളർ ചെയ്ത് പാക്ക് ചെയ്ത് നമ്മുടെ ഒരു ഷീറ്റായി കൈവരും. നമ്മൾ കാണുന്ന സാധാരണമായ ഓരോ കാര്യങ്ങൾക്കും വലിയ വലിയ കഥകളുണ്ട്. നമ്മൾ ബസ്സിൽ കയറുമ്പോൾ നോ സ്മോക്കിംഗ് എഴുതി വെച്ചിട്ടുണ്ടാവും. ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടി എഴുതിയിട്ടുണ്ടാകുന്ന വിചാരിക്കാം. ബട്ട് അതിൻ്റെ പിന്നെ വലിയൊരു കഥയുണ്ട്. കറക്റ്റ് 77 വർഷങ്ങൾക്ക് മുമ്പ് ഈരാറ്റുപേട്ട പൊൻകുന്ന റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു ബസ്, സ്വകാര്യ ബസ്, കോട്ടയം ജില്ലയിൽ. പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്രോൾ പമ്പുകൾ കുറവായിരുന്നു. സോ ക്യാനുകളിൽ വാങ്ങിയിട്ട് വന്നിട്ട് ആവശ്യമുള്ള സമയത്ത് ബസ്സുകളിൽ ഇന്ധനം നിറച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് കണ്ടക്ടറും ഡ്രൈവറും കൂടി ഇങ്ങനെ വിളിച്ച് പറയാറുണ്ട്, തൊട്ടടുത്ത് നിന്നാരും വീട് വലിക്കുകയോ തീപ്പൊടി കൊടുത്തൊന്നും ചെയ്യരുത്, ബസ്സിൽ ഇന്ധനം നിറച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ. ബസ്സിനാരാ വീട് വലിക്കാൻ പോകുന്നത്? ബസ്സിൽ ടിക്കറ്റ് എടുക്കുന്നത് അത്ര സാധാരണമായ വിഷയമോ അതേപോലെ പണ്ട് ബസ്സിൽ നിന്ന് വീട് വലിക്കുന്നത് ഒരു സാധാരണ ഒരു കാര്യമായിരുന്നു. മെയ് 10 ഈ കണ്ടക്ടറും ഡ്രൈവറും കൂടി ബസ്സിൽ ഇന്ധനം നിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്, തുടർന്ന് ആരും വീട് വലിക്കുകയോ തീപ്പെട്ടി കൊളുത്തൊന്നും ചെയ്യരുതെന്ന്. ബട്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ ബസ്സിലുണ്ടായിരുന്ന ഒരാൾ തീപ്പെട്ടി കൊളുത്തി വീട് വലിക്കാനായിട്ട്. സെക്കൻഡുകൾക്കുള്ളിൽ ബസ് പൂർണ്ണമായും കത്തി നശിച്ചു. അതിനുള്ളിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഉൾപ്പെടെ. പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ഒരു കുഞ്ഞിനെ തോളിലേറ്റിയ നിലയിൽ ഒരമ്മയുടെ കത്തിക്കയറുന്ന ശരീരവും അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അത്ര. ഇതിനുശേഷം കേരളത്തിലുണ്ടായിരുന്ന എല്ലാ ബസ്സുകളിലും പുകവലി നിരോധനം ഏർപ്പെടുത്തുകയും ഇത് എഴുതി വെക്കാനും തുടങ്ങി. 1990 കേരളത്തെ എല്ലാ പൊതുസ്ഥലങ്ങളിലും പുകവലി നിരോധനം ഏർപ്പെടുത്തുകയും ഇത് എഴുതി വെക്കാനും തുടങ്ങിയെങ്കിലും ബസ്സിൽ എഴുതാനുള്ള പ്രധാന കാരണം ഇതാണ്.